പറയിക്കോ. ബഹുമാനിയായ PT ഉഷ ഇവിടെ വന്നപ്പോ അദ്ദേഹം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തുകയാണ്. ആ PT ഉഷയുടെ അധ്വാനത്തിന്റെ ഭാഗമായി അണ്ടർപാസ് അനുവദിച്ചപ്പോ അതിൽ 700 മീറ്റർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ് എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല, അദ്ദേഹം ടൂറിലാണ്. ഇവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ തുടങ്ങുന്നുണ്ട് ആ കുത്തിത്തിരിപ്പിന്റെ രാഷ്ട്രീയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അത് സൂചിപ്പിക്കാനുള്ള കാരണം ഞങ്ങൾ ഇവിടെ പറയുന്നു, 2 വർഷക്കാലം സമരം ചെയ്തപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ അന്ന് ചന്ദ്രനിലൊന്നും ചൊവ്വയിലൊന്നല്ല പോയത്, അതിന്റെ ഭാഗമായി നിന്ന ആളുകളാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ ചില കാര്യങ്ങൾ മനസ്സിലായി, കുറച്ച് വൈകിയാണ് മനസ്സിലായത്. അവിടെ പോലീസ് ആക്ഷൻ എടുത്തപ്പോ നമ്മുടെ MLA ലജ്ജയില്ലാതെ ആ പൊതുയോഗത്തിൽ വന്ന് പറഞ്ഞത് എനിക്ക് DPR ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് MLAയോട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഭരിക്കുന്നത് താങ്കളുടെ പാർട്ടിയാണ്. അവരോട് ചോദിക്കണം, മുഖത്ത് നോക്കി ചോദിക്കണം. പിണറായിയുടെ മുഖത്ത് നോക്കി ചോദിക്കുവാനുള്ള കേൾപ്പില്ലെങ്കിൽ അതിന് ജനങ്ങളെടുത്ത് വന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. 6 വർഷം മുമ്പാണ് ഇതിന്റെ DPR മാനേജ്മെന്റും വളരെ ബുദ്ധിമുട്ടി എടുത്തത്. ഈ ഒരു വെങ്ങളം, ഈ ഒരു ചെറിയ സെക്ഷന്റെ മാത്രം ഏതാണ്ട് 1500 പേജുണ്ട് DPR. എന്റെ അലൈൻമെന്റും എല്ലാം ചേർന്ന് അതിനൊക്കെ പൈസ കൊടുത്ത് നമ്മൾ എടുത്തു. ഈ സാധനം ഞങ്ങൾ ഈ സമരസമിതിയിൽ എടുക്കണമല്ലോ. ഇവിടെ മാത്രമല്ല, കേരളം മുഴുവൻ എടുത്തു. 16 സെക്ഷന്റെ DPR എടുത്തു. അത്ര 1500 പേജിൽ. പിന്നെ അവസാനം CD തരാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞ കണക്കിൽ പിന്നെ എന്റെ നാട്ടിൽ, ഞാൻ ഭരിക്കുന്ന നാട്ടിൽ എന്റെ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാകുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഞാൻ തന്നെ കുറവതി ചോദിച്ചാൽ എന്തിനാ അവർ MLA ആയിരിക്കണം? ഇത് പറ്റില്ലടോ. എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ വോട്ട് ചോദിക്കാൻ വേണ്ടി ഇതിന് മീതെ കൂടെ പോകുന്നവരോടല്ല. ഞാനിവിടുത്തെ MLAയോട് പറയാനുള്ള ഒരു കാര്യം, ഇതിന്റെ മീതെ കൂടി പോകുന്നവരല്ല അവർ ജയിപ്പിച്ചത്, ഇതിന് താഴെ ജീവിക്കുന്നവരാണ് അവരെ ജയിപ്പിച്ചത് എന്നൊരു MLA അറിയണ്ടേ? ഞാൻ പറയാം, ബാക്കിയൊക്കെ പോട്ടെ, എനിക്ക് വോട്ട് ചെയ്ത ആളുകളാണ്, താഴെയുള്ളവരാണ്, മോളിൽ പോകുന്നവരല്ല. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക പ്രത്യാഘാതം എന്ത് എന്ന് പഠിച്ച് ചെയ്യാൻ നമ്മുടെ ഭരണകൂടങ്ങൾ തയ്യാറാകാതിരിക്കുന്നു. മാത്രമല്ല, ഇതൊക്കെ ഒരു വലിയ വികസനമാണ്, ഇതങ്ങ് വന്നോട്ടെ, നിങ്ങളൊക്കെ സഹിച്ചാൽ മതി എന്ന് ജീവിക്കുന്നവരോടും വഴിയെ പോകുന്നവരോടും, നമ്മുടെ ജീവിക്കുന്ന എല്ലാവരോടും, ഭൂമി പോകുന്നവരോടും അല്ലാത്തവരോടും ഒക്കെ പറയും.